ഹായ് ടുഡേസ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് അനാലിസിന്റെ സമയത്ത് നമ്മുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താൽ അതിനകത്ത് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതും ഒരു ഹാൾട്ടലെ ഡോജി എപ്പോഴും നമ്മൾ പറയുന്നത് തന്നെയാണ്. ഒരു കണ്ടിന്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇതിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിങ്ങിന്റെ തുടർച്ചയായിട്ട് വരണം എന്നുള്ളതാണ്. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് താഴെ വരികയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടാം. ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ നമ്മൾ ട്രേഡുകൾ കൂടുതലായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ പറയാറുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏറ്റവും നല്ല ബുള്ളിഷ് മൊമെന്റ് തന്നത് നിഫ്റ്റി ബാങ്ക് ആണ്. 1.1% മൊമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഇന്ത്യ വിക്സ് 10% കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നാളെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളതാണ്. സത്യത്തിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഗ്യാപ്പിലാണ് ആ ഒരു ട്രെൻഡ് സാധാരണ കേസിൽ എന്ത് ചെയ്യാറുണ്ട്, ഷാർപ്പ് റിക്കവറി ആണെങ്കിൽ ഫസ്റ്റത്തെ 2-3 ക്യാൻഡിൽസിന് എന്ത് ചെയ്യാറുണ്ട്, വലിയ വലിയ ക്യാൻഡിൽസ് ഫോം ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എപ്പോഴും ഷാർപ്പ് റിക്കവറി കാണിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ക്യാൻഡിലൊക്കെ നോക്കിയാൽ മതി. ഈ ഒരു ക്യാൻഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ ഗ്യാപ്പ് ഓപ്പൺ ചെയ്തു, പിന്നെ രണ്ടാമത്തെ ക്യാൻഡിൽ ഷാർപ്പായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ട്രെൻഡ് അപ്സൈഡ് പോയിട്ടുണ്ട്. അതേപോലെ ഇവിടെ നോക്കുക, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്യാപ്പ് അപ്പ് ഷാർപ്പ് റിക്കവറി. അപ്പോൾ ഫസ്റ്റത്തെ 1-2 ക്യാൻഡില് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് എന്താണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റ് എന്താണ്, ഒരു ബുള്ളിഷ് മോഡലിലേക്ക് മാറി എന്നുള്ളത്. ഇത് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തതുള്ളത് ഇന്ന് 1.1% അപ്പ് കാണിക്കുന്നുള്ളത്. അപ്പം ഇനി നാളേക്കില്ല, നമ്മൾ നാളെ നിഫ്റ്റി ബാങ്കിന്റെ എക്സ്പയറി ഉണ്ട്. കാരണം ഈ മാസത്തെ ലാസ്റ്റ് ഡേ ആണ്. അതിന് ഒരു കാരണം വെച്ചാൽ മറ്റന്നാൾ ക്രിസ്മസിന്റെ ലീവ് ആണ് എന്നുള്ളതും. അതേപോലെ നിഫ്റ്റി ബാങ്ക് മാത്രമാണ് നിഫ്റ്റി 50 ഇനി വ്യാഴാഴ്ച നമുക്ക് എക്സ്പയറി ഉള്ളതാണ്. അപ്പോൾ ഈ മാസത്തെ ലാസ്റ്റ് എക്സ്പയറികളാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി മാർക്കറ്റ് നമുക്ക് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത്. നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ ഈ ഒരു സോണിന്റെ 51,000 എന്നുള്ള ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ 50,600, അതേപോലെ 50,756, അത് കഴിഞ്ഞാൽ 50,630, 50,517 എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാൻ മാർക്കറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇൻ കേസ് ഈ ഒരു ലെവലിന്റെ മുകളിൽ നാളെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ലെവൽ വരേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. 51,617 എന്നുള്ള ലെവൽ വരെ എന്ത് ചെയ്യാം, ഈ ഒരു സോൺ വരേക്ക് നമുക്ക് ടാർഗറ്റ് പ്ലാൻ ചെയ്യാം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 51,773 അവിടുന്ന് മാർക്കറ്റ് പോവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് 51,990 അടുത്ത് 51,950 80 മാർക്കറ്റ് നിൽക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ വരേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. വലിയ ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ ഇവിടേക്ക് വന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ചെറിയ പുൾ ബാക്കിന് ശേഷം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. ഇൻ കേസ് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴേക്ക് വരുന്നുണ്ടെന്നുള്ള നോക്കുന്നത്. അപ്പോൾ 51,000 എന്നുള്ള ഒരു റൗണ്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാം, താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വലിയ ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിനു ശേഷം മാത്രം പ്ലാൻ ചെയ്യാം. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് സൈഡ് വൈസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഏരിയയിലാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തില്ല. കാരണം ചില മാർക്കറ്റിലെ പോയിട്ട് ഇങ്ങോട്ട് വരാമെന്നുള്ളതുകൊണ്ട് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താണെങ്കിൽ മാക്സിമം ട്രേഡുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും നല്ല എന്താണ്, ഈ 51,572,500 മുകളിൽ ഓപ്പൺ ചെയ്ത് ടെസ്റ്റിന് വന്ന് തിരിച്ച് കയറുകയാണെങ്കിൽ എന്ത് ചെയ്യാം, കോൾസ് എടുക്കല ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇനി നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ നിഫ്റ്റി ഇപ്പോഴും ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് തന്നെയാണ് നിൽക്കുന്നത്. നിഫ്റ്റി ഡെയിലി ക്യാൻഡിലാണെങ്കിൽ ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈയോ ലോയോ എങ്ങനെയാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ സൈഡിലേക്ക് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സോണ് 23,900 എന്നുള്ള ഒരു സോൺ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് 23 ഈ സോണ് ബ്രേക്ക്ഔട്ട് കിട്ടി 24,000 മുകളിൽ ക്ലോസിങ് തന്നാൽ മാത്രമേ എന്തുള്ളൂ, കോൾ സൈഡിലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,533 വീണ്ടും മാർക്കറ്റ് വരാമെന്നുള്ളതുകൊണ്ട് താഴേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നമ്മൾ മേലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല, ഇവിടെ നമ്മൾ താഴത്തേക്കാണ് കൂടുതൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ 23,957 അല്ലെങ്കിൽ 24,000 എന്നുള്ള ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്ത് പോയാൽ മാത്രം, ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മേലേക്ക് പോയാൽ മാത്രമേ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇനി അതല്ലാത്ത കേസിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാം. പക്ഷെ എന്ത് വേണം, ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയ ബ്രേക്ക്ഔട്ട് തരണം. ഉച്ചയ്ക്ക് ശേഷം രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ 24,188 അല്ലെങ്കിൽ ഈ ലോക്ക് വരെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു അനാലിസിസ് വീഡിയോയിൽ
നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയാനുള്ള കാരണം മന്ത് എൻഡ് ആണ്. അപ്പോൾ ഒരു നിഫ്റ്റി ബാങ്ക് ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ തരുന്ന സമയത്ത് നിഫ്റ്റിയും കൂടെ പോകാമെന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഈ റോൾ ഓവർ നടക്കാമെന്നുള്ളതും. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ പൊസിഷൻ സൈസിങ് ഒക്കെ അടുത്ത മാസം മുതൽ കൂടുമെന്നുള്ള ന്യൂസുകൾ ഉണ്ടായതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യാം, ഒരുപാട് ആൾക്കാർ പൊസിഷൻ റോൾ ഓവർ ചെയ്യാമെന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു മൊമെൻറ്റം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓവറോൾ മാർക്കറ്റ് വോളിയം കുറവായിരിക്കും എന്നുള്ളത് വേറൊരു വിഷയമാണ്. ആണെങ്കിൽ പോലും ഇങ്ങനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിലൊക്കെ പ്രത്യേകിച്ച് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ട്രേഡ് ചെയ്യുന്നില്ല. ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല അത്രയും ഭാഗത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാതെ ഈ ഇതിൻ്റെ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക നമുക്ക് ട്രേഡ് ഉള്ളൂ. അതല്ലാത്ത ട്രേഡുകൾ നമ്മൾ ഒരു ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.